സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് വന്നതാണ് ഈ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. സാഹിത്യോത്സവത്തിൽ വിളിച്ചുവരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നാണ് കവിയുടെ ആരോപണം. അക്കാദമിയുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പിന്നാലെ ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചെങ്കിലും വിവാദത്തിന് നിൽക്കാതെ അത് പിൻവലിക്കുകയും ചെയ്തു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഉന്നയിച്ച പൊതുപ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണും എന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സാഹിത്യോത്സവത്തിൽ വിഷയാവതരണത്തിന് വിളിച്ചുവരുത്തി തുച്ഛമായ പ്രതിഫലം നൽകി അപമാനിച്ചു എന്നതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. അത് വിശാല അർത്ഥത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. സാഹിത്യകാരന്മാരോടുള്ള അവഗണന തന്നെയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജനുവരി 30 സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണയെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രസംഗിച്ചത് 2 മണിക്കൂറിലേറെ. പ്രതിഫലമായി കിട്ടിയത് 2400 രൂപ മാത്രമെന്ന് കവി. സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ 1100 രൂപ കയ്യിൽ നിന്നെടുത്താണ് വണ്ടിക്കൂലി കൊടുത്തതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലിൽ തന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും കുറിപ്പ്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ വിഷമത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ബാലചന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലചന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. യാത്രാപ്പടിയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ശരിയായ വഴിയെന്ന് ഓർമ്മപ്പെടുത്തൽ. പൈസ വാങ്ങാതെ താൻ അനേകം പരിപാടിക്ക് പോയിട്ടുണ്ടെന്നും സച്ചിദാനന്ദൻ. മണിക്കൂറുകൾക്കുള്ളിൽ കുറിപ്പ് പിൻവലിച്ച് വിവാദം അവസാനിപ്പിക്കാനുള്ള ശ്രമവുമുണ്ടായി. ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി സംസാരിച്ചെന്നും പ്രശ്നം പണമല്ലെന്നും മന്ത്രി സജി ചെറിയാൻ. അത് അവിടുത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട് പറ്റിയൊരു പിഴവാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ചു. ആ വിഷയം അങ്ങനെ അവസാനിച്ചു. ബാലേന്ദ്രൻ സാറിനെ വിളിച്ചാൽ സാഹിത്യകാരന്മാർക്ക് വേണ്ടത്ര ഒരു ബഹുമാനം മറ്റുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന ഒരു തോന്നലിൽ നിന്നാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. സാഹിത്യോത്സവത്തിന് സർക്കാർ ആവശ്യമായ തുക നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഷേധക്കുറിപ്പിനെ തുടർന്ന് സാഹിത്യ അക്കാദമിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് സിനിമാ താരങ്ങൾ തുടങ്ങി മിമിക്രി താരങ്ങൾക്ക് വരെ ലക്ഷങ്ങൾ പ്രതിഫലം നൽകുന്ന നാട്ടിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലൊരു സാഹിത്യകാരന് 2400 രൂപ പ്രതിഫലം സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിന് നൽകിയത്. സാഹിത്യകാരന്മാർ നേരിടുന്ന അവഗണനയുടെ ഒടുവിലത്തെ നേർസാക്ഷ്യമാണ് സാഹിത്യോത്സവ വേദിയിൽ നമ്മൾ കണ്ടത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുരക്ഷ ജി 24. പൊതുജനം കഴുതയല്ല സാർ. സാഹിത്യോത്സവത്തിൽ വിളിച്ചുവരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചു എന്ന കവിയുടെ ആരോപണത്തിന് പിന്നാലെ, ആ പരാതിക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. സാംസ്കാരിക കേരളത്തിൽ സാഹിത്യകാരന്മാർക്ക് വേണ്ട വിധം വില കൽപ്പിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം സജീവമായി ഉയർന്ന് കേട്ടു. ഈ വിഷയത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ്, അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് പൊതുജനങ്ങളോട് ചോദിച്ചത്. കാണാം അതിനുള്ള പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. വേറൊരു രീതിയിലുള്ള ഒരു സെലിബ്രിറ്റിയെ വിളിച്ചു കൊണ്ടിട്ട് അവരൊരിക്കലും അത് ചെയ്യില്ല. അവർക്ക് ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് ഉണ്ട്. സാഹിത്യത്തിൽ മാത്രം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നത്? ഹീസ് വെരി ഫെയർ. അത് ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പുള്ളിക്ക് ഹീസ് എവറി റൈറ്റ് ടു ബി ഹേർട്ട്. എന്തുകൊണ്ടാണിതെന്ന് ചോദിക്കാനുള്ള എല്ലാ അധികാരം പുള്ളിക്കുണ്ട്. കാരണം ചുറ്റും കാണാം, 3-4 ദിവസമായിട്ട് ഇവിടെ ഒരു ആഘോഷം തന്നെയാണ് നടക്കേണ്ടത്. അധികം സിനിമാക്കാരൊന്നും വന്നിട്ടൊന്നുമില്ല. ആകെ വന്നത് പ്രകാശ് രാജ് മാത്രമാണ്. ആൾ പിന്നെ അങ്ങനെ ഒരു നിലപാടുള്ള മനുഷ്യനായതുകൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് പ്രകാശ് രാജ് വന്നതല്ലല്ലോ. പൊതുജനം എപ്പോഴും ഒരു വിഷ്വൽ മീഡിയ കൾച്ചറിൻ്റെ ബാക്കിലാണല്ലോ. അപ്പോൾ അവർ ഈ ഷോർട്സും മറ്റേ അങ്ങനെ വാട്സപ്പ് എന്നും പറഞ്ഞ് അവർ സോഷ്യൽ മീഡിയ ആയിട്ട് നടക്കുമ്പോൾ വിഷ്വൽസ് കൂടുതൽ തള്ളി കൊടുക്കുകയല്ലേ. പിന്നെ പല മാനേജ്മെൻറ്റ് സ്കൂളിലും കോളേജിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലൈബ്രറിയിൽ അവർ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ പെരുമാൾ മുരുകനെ വായിക്കണമെങ്കിൽ അത് പുറത്തുപോയി വായിക്കണം. ചുള്ളിക്കാടൻ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിട്ടോ, ഇതിപ്പോൾ ഒരു സമൂഹ മാധ്യമത്തിൽ പറയുമ്പോൾ അത് മൊത്തത്തിലൊരു അപമാനിതനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. അവരെ തീരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല, ഉത്സാഹിപ്പിക്കണം. അപ്പോൾ അതൊരു വാസ്തവമായ കാര്യമാണ്. പൈസ തീരെ കൊടുക്കാത്തത് പരിഗണിക്കണം. പക്ഷെ അത് ചെയ്തത്
തെറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പരിഗണന കൊടുക്കണം, കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. അവരവരുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി എന്തായാലും കൊടുത്തേ. അത് കൊടുക്കാതിരുന്നതിൽ അവർക്ക് വേറെ വല്ലതും റീസൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിളിക്കുകയാണെങ്കിൽ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. ചിലപ്പം ദൂരെ നിന്ന് വരുവാണെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കണം. പരിഗണന കൊടുക്കണം, പരിഗണന കൊടുത്തതിനെ തീരണം. അയാളുടെ കവിയല്ലേ, അത് പിന്നെ കൊടുക്കാൻ മോശമല്ലേ, കൊടുത്തതിനെ തീരണം.